നമസ്കാരം. വെസ്റ്റ് മീഡിയ ട്രാക്ക് ഹിന്ദി ലേണിംഗ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ വിക്ടേഴ്സ് ക്ലാസ്സിൽ നടന്ന ആക്ടിവിറ്റിയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇന്ന് തന്ന ഫസ്റ്റ് ആക്ടിവിറ്റി ഇതായിരുന്നു. കവിനെ അകാൽ കാ ചിത്രൻ കിസ് പ്രകാർ കിയാ ഹെ. അപ്പോൾ ഇതിൽ കുറച്ച് പോയിൻറ്റ്സ് തന്നിരുന്നു. ആ പോയിൻറ്റ്സ് ബേസ് ചെയ്താണ് ഇതിൻ്റെ ആൻസർ എഴുതേണ്ടത്. പോയിൻറ്റ്സ് ഇതായിരുന്നു. ചുൽഹെ കാ റോന, ചക്കി കാ ഉദാസ് ഹോന, കാനി കുത്തിയ കാ സോത്ത രഹന, छिपकलियों की गश्त, चूहों की बुरी हालत. ഇതിൻ്റെ ആൻസർ നോക്കാം. അകാൽ മേ ഘർ കി ഹാലത്ത് ബുരി തി. ക്ഷാമമായതുകൊണ്ട് വീട്ടിലെ അവസ്ഥ വളരെ മോശമായിരുന്നു. കൈ ദിനോ സെ ഘർ മേ ചൂൽഹ നഹി ജല. ദിവസങ്ങളായി വീട്ടിൽ അടുപ്പ് കത്തുന്നില്ല. घर में दाना न होने के कारण चक्की के लिए कोई काम नहीं था. वह उदास थी. വീട്ടിൽ ധാന്യമില്ലാത്തതിനാൽ തിരിക്കല്ലിനും ഒരു പണിയുമില്ല, അതും ദുഃഖിതയാണ്. ഭൂഖ് കെ കാരൺ ചിപ്കലിയം ദീവാർ പർ ഗശ്ത് കർനെ ലഗി. വിശപ്പ് സഹിക്കാനാകാതെ പല്ലികൾ ഭിത്തിയിൽ റോന്തു ചുറ്റാൻ തുടങ്ങി. ചൂഹെ ബി ബൂരി ഹാലത് മേദേ. എലികളുടെ അവസ്ഥയും മോശമാണ്. കവിനെ ചൂൽഹ, ചക്കി, കുത്തിയ, चिपकलियाँ, चूहे आदि बिंबों के द्वारा अकाल और भूख की भीषण स्थिति का वर्णन किया है. അടുപ്പ്, തിരിക്കല്ല്, നായ, പല്ലികൾ, എലികൾ തുടങ്ങിയ ബിംബങ്ങളെ മുൻനിർത്തി ക്ഷാമത്തിൻ്റെയും വിശപ്പിൻ്റെയും തീക്ഷ്ണമായ അവസ്ഥയാണ് കവി വർണ്ണിച്ചിരിക്കുന്നത്. അടുത്ത ആക്ടിവിറ്റി ഇതായിരുന്നു. ദാനെ ആയേ ഘർ കെ അന്തർ കई दिनों के बाद, धुआं उड़ा आंगन से ऊपर कई दिनों के बाद. इन पंक्तियों से कवि क्या कहना चाहते हैं? വളരെ നാളുകൾക്ക് ശേഷം വീട്ടിൽ ധാന്യമെത്തി. ഏറെ നാളുകൾക്ക് ശേഷം മുറ്റത്ത് പുക ഉയർന്നു. ഈ വരികളിലൂടെ കവി എന്തു പറയുവാനാണ് ആഗ്രഹിക്കുന്നത്? ഇതാണ് ഈ വരികളുടെ അർത്ഥം. ഉത്തർ. കവി അകാൽ കെ ബാദ് കി അവസ്ഥ ക വർണ്ണൻ കർത്തെ ഹെ. ഈ വരികളിലൂടെ ക്ഷാമം കഴിഞ്ഞുള്ള അവസ്ഥയാണ് കവി വർണ്ണിക്കുന്നത്. घर में दाने आए. വീട്ടിൽ ധാന്യമെത്തി. खाना पकाने के लिए चूल्हा जला दिया और छत से धुआं ऊपर उड़ा. ആഹാരം പാകം ചെയ്യുവാനായി അടുപ്പ് കത്തിച്ചു, അങ്ങനെ പുക ഉയർന്നു. അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോകാം. കവിനെ അകാൽ കെ ബാദ് കി ഹാലത് കാ ചിത്रण കിസ് പ്രകാർ കിയാ ഹെ. ക്ഷാമത്തിന് ശേഷമുള്ള അവസ്ഥയെ കവി എപ്രകാരമാണ് ചിത്രീകരിച്ചിരിക്കുന്നത്? അതിനെ ബേസ് ചെയ്ത് കുറച്ച് പോയിന്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. घर के अंदर दाने आना, आंगन से धुआं उड़ना, घर भर की आंखें चमकना, कौए का पंख गुजलाना. उत्तर. अकाल के बाद घर के अंदर दाने आए. ക്ഷാമത്തിനു ശേഷം വീട്ടിൽ ധാന്യം എത്തി. കई दिनों के बाद आंगन में धुआं ऊपर उड़ा. ദിവസങ്ങൾക്ക് ശേഷം വീട്ടിൻ മുറ്റത്ത് പുക ഉയർന്നു. മത്ലബ് ഹേ കി ഘർ മേ ഖാന പക്കാനെ ലഗാ. അതായത് വീട്ടിൽ ആഹാരം പാകം ചെയ്യാൻ തുടങ്ങി. കൈ ദിനോ കെ ബാദ് ഘർ ഭർ കി ആങ്കെ ചമക് ഉടി. അർത്ഥാത് സബ് ഖുശ് ഹുയേ. ദിവസങ്ങൾക്ക് ശേഷം വീട്ടിലെ ആളുകളുടെ കണ്ണുകൾ തിളങ്ങാൻ തുടങ്ങി. അർത്ഥമാക്കുന്നത് എല്ലാവരും സന്തുഷ്ടരായി. കൈ ദിനോ കെ ബാദ് കൗയെ ബി അപ്നെ പങ്കെ ഗുജലായി. ദിവസങ്ങൾക്ക് ശേഷം കാക്ക തൻ്റെ ചിറകുകൾ ചൊറിഞ്ഞു. खाने को कुछ मिलने के कारण वे भी संतुष्ट थे. ഭക്ഷണം കിട്ടിയതിനാൽ അവയും സന്തുഷ്ടരാണ്. अब अकाल नहीं, സ്ഥിതി ബദൽ ഗയി. ഇപ്പോൾ ക്ഷാമമില്ല, സ്ഥിതി മാറി. घर में दाने है. വീട്ടിൽ ധാന്യമുണ്ട്. മനുഷ്യ की हताशा दूर हुई. മനുഷ്യൻ്റെ വിവശത മാറി. വഹ് ഖാന ഖാക്കർ ഖുഷ് രഹതാ ഹെ. അവർ ഭക്ഷണം കഴിച്ച് സന്തുഷ്ടരായിരിക്കുന്നു. ഉസ്കെ സാത്ത് പ്രകൃതി കെ അന്യ പ്രാണി ബി ഖുഷ് ഹെ. അവരോടൊപ്പം പ്രകൃതിയിലെ മറ്റു ജീവികളും സന്തുഷ്ടരാണ്. അടുത്തത് കവിതാക്കി പ്രാസംഗികത പർ ടിപ്പണി ലിഖേ. കവിതയുടെ സാന്ദർഭികതയെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കാം. അകാൽ और उसके बाद प्रसिद्ध कवि नागार्जुन की कविता है. അകാൽ और उसके बाद പ്രസിദ്ധ കവിയായ നാഗാർജുൻ്റെ കവിതയാണ്. किसी भी काल में किसी भी जगह पर किसी भी कारण से अकाल होने की संभावना है. ഏത് കാലത്തും എവിടെയും എന്ത് കാരണത്താലും ക്ഷാമമുണ്ടാകാൻ സാധ്യതയുണ്ട്. यह मानव को ही नहीं सभी प्राणियों को संकट में डालता है. ഇത് മനുഷ്യനെ മാത്രമല്ല സകല പ്രാണികളെയും സങ്കടത്തിലാക്കുന്നു.
अन्न तथा पानी के बिना सब विवश हो जाते हैं. ആഹാരവും ജലവുമില്ലാതെ എല്ലാവരും വിവശരാകുന്നു. ലോഗ് ഇസ് സങ്കട से बचने का प्रयास करते हैं. ജനങ്ങൾ ഈ സങ്കടത്തിൽ നിന്ന് രക്ഷ നേടുവാൻ ശ്രമിക്കുന്നു. दूसरों से भी मदद लेते हैं. മറ്റുള്ളവരുടെ സഹായവും സ്വീകരിക്കുന്നു. इसके फलस्वरूप अकाल से धीरे धीरे मुक्ति पाकर खुश हो जाते हैं. ഇതിൻ്റെ ഫലമായി ക്ഷാമത്തിൽ നിന്ന് ക്രമേണ മോചനം നേടി സന്തുഷ്ടരാകുന്നു. अतः अकाल की भीषणता तथा उसके बाद की खुशहाली का चित्रण करने वाली यह कविता सभी कालों में प्रासंगिक है. അതുകൊണ്ട് ക്ഷാമത്തിൻ്റെ തീക്ഷ്ണതയും അതിനുശേഷമുള്ള സമൃദ്ധിയെക്കുറിച്ചും വർണ്ണിക്കുന്ന ഈ കവിത എക്കാലത്തും പ്രസക്തമാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.